2853 പേരാണ് ഏതെങ്കിലും തരത്തിൽ രോഗികളുമായി ബന്ധപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നത്. അതിൽ 291 പേര് ഡയറക്റ്റ് കോൺടാക്റ്റ് ഉള്ളവരാണ്. രോഗിയുടെ ബന്ധുക്കൾ, ബൈസ്റ്റാൻഡേഴ്സ്, അവരെ നോക്കിയ ഡോക്ടർമാർ, നഴ്സുമാർ എല്ലാം പെടും. ഇതാണ് അവരുടെ ലിസ്റ്റ്. മോനെ, എൻ്റെ കൂടെ നബീസ് ഉണ്ടല്ലോ, എനിക്ക് ആസ്പത്രിക്ക് പോയിക്കൂടെ? അതൊന്നും വേണ്ട. എന്നാലും എനിക്ക് പള്ളിയിലെങ്കിലും പോയിക്കൂടെ? ഇവിടെ തന്നെ ഇങ്ങനെ കുത്തിരിക്കാണ്ട്. നിങ്ങൾക്ക് എന്താ ഉമ്മ മനസ്സിലാവാത്ത? മോനൂട്ടാ, നീ ഇങ്ങോട്ട് കേറി വാ. ബാഗ് അവിടെ വെച്ചിട്ട് പോയിക്കോ. എന്നാ ഞാൻ എൻ്റെ കൂടെ ഫ്ലൈറ്റിൽ വന്ന് നിൽക്കും. രോഗികളെ നോക്കുന്ന ഡോക്ടേഴ്സ് അല്ലേ, അവരിനല്ലേ ഇവിടെ ആവശ്യമുള്ളൂ. பிரதீப் கூட வச்சிருக்காரு பேஷண்ட், அவர் பார்த்த பேஷண்ட். இவங்க செப்பரேட்டாக இருக்கிறது தான் இவங்களுக்கு. ഞാൻ പറഞ്ഞു, നീ വേറെ അർത്ഥത്തിലൊന്നും എടുക്കണ്ട, നീ പാക്ക് ചെയ്യ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഹലോ അനു, നിപ്പ സെല്ലേക്ക് FAQ തയ്യാറാക്കാൻ 2 പേര് വേണം. Can you get that soon? ഓക്കെ മാം, ശരി. 3000-ഓളം ആളുകളെ ഒബ്സർവ് ചെയ്യാന്ന് പറയുന്നത് വലിയ അധ്വാനമാണ്. 3000-ഓളം അല്ല മാഡം, പ്രിസൈസ്ലി 2853. അവരെ നിരന്തരമായി വിളിക്കുകയും എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ നഴ്സ് അഖിലയ്ക്കും നിപ്പ ബാധിച്ചത് ആതുര ശുശ്രൂഷ മേഖലയിൽ ഭീതി പടർത്തുന്നു. നിപ്പ ആദ്യമായി ബാധിച്ച സക്കരിയെ പരിചരിച്ചത് അഖിലയായിരുന്നു. ഈ ഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കേണ്ടത് അനിവാര്യമാണെന്നും അതിനായുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. அந்த வார்டில் வேலை செய்ய போகிறாங்க. யார் அது? அவங்க தானே ഒന്നുമായിട്ട് ഊറ്റി பார்த்தா தெரிஞ்சிല്ല. ഒരുപാട് പേർക്ക് അസുഖമായോ? ഒരുപാട് പേർക്കൊന്നും അസുഖമായിട്ടില്ല. இப்படி இருக்கீங்க? ഇല്ല, മോക്കൊന്നുമില്ല, ഒന്നും വരില്ല കേട്ടോ. സമാധാനമായിട്ട് അമ്മ ഞാൻ ഇപ്പൊ കൂടെ കണ്ടിട്ട് വരാം. നമുക്കൊന്നുമില്ല. സിസ്റ്റർ ഇപ്പൊ വാർഡിലേക്ക് മാറ്റുമല്ലോ, അപ്പൊ എല്ലാരും കാണാലോ. அவங்க தெரிஞ்சு சொல்லுவா, நர்ஸுங்களா தானே சொல்லுவாங்க. സിസ്റ്റർ അഖിലയുടെ എത്തായിടാ. என்னன்னா அவங்க குழந்தைய பத்தி சொன்னது அதெல்லாம் உண்மைதான் சொன்னாங்களா இல்ல அவங்களுக்காக சொன்னாங்களா? സിസ്റ്റർ അഖിലയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിൽ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാതിരിക്കാനാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഈ സമയം ബോഡി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല സർ. മാക്സിമം 10 മണി. ട്രസ്റ്റ് മീ ഓൺ ദിസ്. ഓക്കെ. ഓക്കേ. ഡോക്ടർ പാവറസ്. അയാളോ? അങ്ങനെ കാര്യങ്ങൾ. ഓ പൃഥ്വിരാജ് ഇന്ദ്രജിത്ത്. എന്തായി മേഡം കാര്യം? ബോഡി ഐസൊലേഷൻ വാർഡ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. മാക്സിമം 12 hours. അതിനുള്ളിൽ നമ്മൾ ഡിസിഷൻ എടുക്കണം. ബോഡി കവർ ചെയ്യാനും എടുക്കാനും നിൽക്കണവരെ PPE കിറ്റ് ഇടാനും ട്രാപ്പ് ചെയ്യാനും നമ്മൾ ട്രെയിൻ ചെയ്യണം. അതാണ് ഇപ്പോൾ ഉടനെ ആളുകളെ വേണ്ടത്. ഇപ്പോൾ ഈ ഡെയിലി വേജുകാർ എത്രയുണ്ട് സഹകരിക്കുമെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല ഡോക്ടർ. മരിച്ചതൊരു നേഴ്സാണ്. PPE കിറ്റ് നമുക്ക് ആവശ്യത്തിന് കിട്ടിയിട്ടില്ല കേട്ടോ. അതോർത്ത് മേഡം ടെൻഷൻ അടിക്കണ്ട. PPE കിറ്റ് ആംബുലൻസ് ഡ്രൈവേഴ്സ് കളക്ടർ അറേഞ്ച് ചെയ്യും. ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിനാണ് ആളുകളെ വേണ്ടത്. എൻ്റെ കൂടെ നിൽക്കിയ ഒരു 3 പേരെ വേണം. 4-മതായി ഞാൻ തന്നെ ധാരാളം.
കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആംബുലൻസ് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാ. പക്ഷേ ഡ്രൈവർമാർക്ക് പേടിയാ. സാറേ, വണ്ടിക്ക് ഇൻഷൂറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പോകുമ്പോൾ വല്ലതും പറ്റിയാൽ വൈലാവും. പിന്നെ ഞങ്ങളെ വില്ലന്മാരായിട്ട് കാണുകൊണ്ട് പറയണം സാർ. ഏയ്, ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. നിങ്ങളൊക്കെ ഹീറോസാണ്. ഈ സമയത്ത് വിളിച്ചപ്പോഴത്തേക്ക് നിങ്ങളൊക്കെ ഓടി വന്നില്ലേ? സാധാരണ ആരെങ്കിലും ഓടി വരില്ല. എനിക്കറിയാം. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ഈ നാടിനെ സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ആവശ്യത്തിന് വെന്റിലേറ്ററുകൾ ഉണ്ടായിരുന്നില്ല. തന്നത് ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ്. PPE കിറ്റുകൾ ഒരു ദിവസം മിനിമം 800 എണ്ണം വേണം. കിട്ടാൻ പ്രയാസമാണ്. പക്ഷേ ഇന്ന് പുലർച്ചെ ആയപ്പോഴത്തേക്കും 80 ലക്ഷം രൂപ വില വരുന്ന PPE കിറ്റുകൾ നമ്മുടെ എയർപോർട്ടിലെത്തി. ഇവിടുത്തെ ഒരു വ്യവസായി സുഹൃത്ത് അയാളുടെ സ്വന്തം ചെലവിലും സ്വന്തം വിമാനത്തിൽ എത്തിച്ചതാണ്. ഇന്ന് രാവിലെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ശ്രീദേവി പത്രം എടുക്കാൻ പോയതാണ്. അപ്പോൾ അവിടെ ഒരാൾ കാത്തു വെക്കുന്നു. അയാളുടെ കയ്യിൽ ഒരു കെട്ട് N95 മാസ്കുകൾ ഉണ്ടായിരുന്നു. അയാൾ അത് കൊടുത്തിട്ട് പോയി. ഡോക്ടർക്ക് ഇത് ആവശ്യം വരുമെന്ന് പറഞ്ഞിട്ട് അയാളുടെ പേര് പോലും പറഞ്ഞില്ല. എനിക്ക് ഇതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടാവില്ല. കാര്യം നിങ്ങൾ ഈ നാട്ടുകാരാണ്. സാർ, എനിക്ക് 2 കാര്യം അറിഞ്ഞാൽ മതി. ഓട്ടം പോയാൽ സ്പോട്ടിൽ കാശ് കിട്ടണം. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ കുടുംബത്തിന് മക്കളുടെ പഠിപ്പും സർക്കാർ ഏറ്റെടുക്കണം. സദാശിവൻ ചേട്ടൻ, ഒന്നാമത്തെ കാര്യം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നടക്കും. രണ്ടാമത്തെ കാര്യത്തിൽ ചേട്ടന് ഒരു അപകടവും പറ്റില്ല എന്നുള്ള ഉറപ്പ് തന്നെ എനിക്ക് തരാൻ പറ്റും. ആ ഉറപ്പ് സീൽ വെച്ച കടലാസിൽ എഴുതി തന്നാൽ മതി. ഞാൻ വരാം സാർ. ഇതുമായിട്ട് സഹകരിക്കാൻ തയ്യാറുള്ളവർ ഇതിനകത്ത് യെസ് എന്ന് എഴുതി പേരും ഫോൺ നമ്പറും എഴുതണം. തയ്യാറല്ലാത്തവർ നോ എന്ന് എഴുതിയാൽ മാത്രം മതി. പേരും ഫോൺ നമ്പറും വേണ്ട. அவன்டாண்ணா இவன் மட்டும் 2 வாட்டி குவாரண்டைன் போட்டுக்கான் உங்களுக்கு. അച്ഛൻ എങ്ങോട്ടാ പോണേ? അച്ഛനെ കുറച്ച് ദിവസം ഇവിടെ നിൽക്കണം. എനിക്ക് ഇഷ്ടം സ്കൂളിലല്ലോ. ഹാപ്പിയില്ലേ? ഒരു സൈഡ് ഇട്ടാ മതിയെ. എന്താടാ, പാഷനാണോ? ഇടത്തെ സൈഡത്തെ വള്ളി പൊട്ടാറായിട്ടുണ്ട്. അതാ നീ ചെല്ലട്ടെ. ஒரு பயங்கரமான லீடர் பொழுது. ஆனால் ஏழை அந்த யூனியன் லீடர் மாதிரி சொல்லுவோம். அது கணக்கோழியா நினச்சேன்டா. கணக்கோழி தான் എടുക്കാറാ ഇല്ല സാറേ. ஏத்ததா സന്ദീപ്, ஜீப் ஓடினார் போன படத்தில். ഞങ്ങളാരും അതിലേക്ക് വേണ്ടപ്പെട്ടവരുമാകും. ഒരു കാര്യം ഉണ്ടായില്ല. ആൾക്കാർക്ക് അസുഖം വന്നാൽ നോക്കാണ്ടിരിക്കാൻ പറ്റും. നമ്മുടെ നിക്കിലല്ലേ, അവൻ്റെ പ്രായമുള്ളൂ. ഞാൻ പിന്നെ വിളിക്കാട്ടാ. அவரும் அதுக்கு முன்னாடி இருந்திருக்காரு போல. இந்திரன்ஸும் எப்படி பரவச்சுக்கிட்டா இப்போ லானே இது ப்ரெசென்ட்டா? இது ப்ரெசென்ட். இந்த ஒர்க்காக போறாரு போலடா. ரைட்டாണ്. டிஸ்போசலா? டிஸ்போசல் இல்லை, இது அந்த அகிலா இறந்துட்டாங்கல்ல. இப்போ அவங்க இது பண்ணணும், ஆட்டாப்சி பண்ணணுமா? ஆஹா, என்ன பண்ணுறதுன்னு டிசைட் பண்ணோம்ல. யாருமே இது என்ன பண்ணுறதுன்னு தெரில. இல்லை ആര് വരും? ஏன்னா வந்து ரிலேட்டிவ்ஸ்க்கு கொடுக்க முடியாது. அவங்களோட ரைட்ஸ் வந்து இப்போ இது பண்ண முடியாதுல்ல. ரிலீஜியஸ் ரைட்ஸ் படி புதைக்கவும் முடியாது, எரிக்கவும் முடியாது. வைரஸ் அஃபெக்டட் டிஸ்போசல் தான் அவங்க. തന്തി ബേട്ടാ, ഐ ആം ഓൾമോസ്റ്റ് ഓൺ ദി വേ. ഏട്ടനെ കാണാൻ പറ്റുന്നു തോന്നുന്നില്ല. பாவம் பொண்ணு பொண்ணுன்னு பேசி நிற்குது. ஆனால் பொண்ணு இருந்த மாதிரி தெரியல. നമ്മുടെ മോളെ இல்லை നോക്കണം. അവള് കുഞ്ഞ, അവളൊന്ന് ഗൾഫിൽ കൊണ്ടുപോകണം. നമ്മുടെ അച്ഛനെ പോലെ തനിച്ചാവരുത് പ്ലീസ്. തന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഇറങ്ങിപ്പോടോ. അന്തം വിട്ട് നിൽക്കാണ്ട് ഇറങ്ങിപ്പോടോ. ചേട്ടാ, ദേഷ്യപ്പെടല്ലേ.
വഴിതെറ്റി വന്നായിരിക്കും. ഇവിടെ അത്ര സേഫ് അല്ല, ഇവിടെ നിൽക്കാൻ പാടില്ല. ഒന്ന് പുറത്തേക്ക് വെക്കുമോ? ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഈ 3 കേസും പോസിറ്റീവാണ്. മെഡിക്കൽ കോളേജിൽ 5 കേസുകളും പോസിറ്റീവാണ്. കൂടാതെ 7 കേസസിൻ്റെ റിസൾട്ട് കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. കേസ് നമ്പർ 1 അഞ്ജലി വാസുദേവൻ, 26 വയസ്സുള്ള പെൺകുട്ടി. ആ കുട്ടി മലപ്പുറം മക്കരപ്പറമ്പ് സ്വദേശിനിയാണ്. എൻസെഫലൈറ്റിസ് കാരണമാണ് ആ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തത് വിത്ത് ഓൾട്ടേർഡ് സെൻസോറിയം. How far is this Makaraparambu from Perambara? Around 90 to 95 kilometers. E-distance vechittu, for me, this spread does not look like it's from natural sources. നെക്സ്റ്റ് കേസ് കൃഷ്ണൻകുട്ടി തച്ചപ്പറമ്പിൽ, 40 വയസ്സുള്ള ആളാണ്. അദ്ദേഹം ഫീവർ വിത്ത് ARDS ആണ് അഡ്മിറ്റ് ചെയ്യപ്പെട്ട കാരണം. ആൻഡ് മുക്കം സ്വദേശിയാണ്, കോഴിക്കോട് മുക്കം സ്വദേശിയാണ്. സാറ യാക്കൂബ്, 24 വയസ്സ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജൻ ആണ് ഈ കുട്ടി. ബോഡി എടുത്തതല്ലേ, നാട്ടുകാരടിപ്പിക്കുന്നില്ല. അത് പരിഹരിച്ച വരാന്നാ പറഞ്ഞത്. പരിഹാരം നടക്കുവോ? എന്തോ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. ഇതാ വിഷ്ണു വന്ന് മജീദിനോടൊന്ന് ഫോൺ എടുക്കാൻ പറയൂ. കെട്ടിയോള് ആസ്പത്രിയിലായപ്പോ അനക്ക് മജീദിനെ പിന്നെയും വേണല്ലേ? സാറേ ആളെ വേണോ? என்னடா வேணும்? ஆல்ரெடி தெரிஞ்சவங்களோ அவனே பார்க்க போறாங்க. இல்லை அந்த இன்னொருத்தர் இருந்தார், அவரை டிஸ்போஸ் பண்ணாங்க. இப்போ அப்படி வந்தால் அது தெரியாது. ஆல்ரெடி தெரியும்னு நினைக்கிறேன். ஸ்ரீநாத் இவனா இவ்வளோ ஒர்க் பண்ண மாட்டேன். എൻ്റെ ഭാര്യ കിടക്കണ്ട അവിടെ. എന്താ പേര്? വിട മാട്ടേ അഞ്ജലി. ഒറിജിനൽ സന്തോഷമൊക്കെ വരും, ഒരാളും കൂടെ വന്നു, പിന്നെ ഫുൾ സന്തോഷം. നിനക്ക് വട്ടാണ്. ഇവിടെ വാടക കൊടുക്കാൻ കൂടെ പറ്റില്ല. பார்த்தா என்னடா ஆகுது? மாஸ்க் கூட போடாம. സാറേ ഈ ബ്ലോവറാണ് പൊട്ടിയത്. ശവം കത്തിച്ച പുക പൈപ്പിലൂടെ മുകളിലേക്ക് കയറ്റി വിടുന്ന സാധനം. അത് ബ്ലോക്കായ പുക മുഴുവൻ പരക്കും. ഇവിടെ ഒരു പണി നടക്കില്ല സാർ. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും ഒരു പൊതു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. ഈസിയിൽ പറയും, ബേബിയിൽ ഒരാളോട് മരിച്ചിട്ടുണ്ട്, മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി പറ്റും. ചേട്ടാ, ഐ എം ട്രസ്റ്റിംഗ് യു ഓൺ ദിസ്. സാറേ എന്തായി? സാറേ ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നടത്തിയിട്ട് വിളിക്കാം. മെഡിക്കൽ കോളേജിൽ 2 പേഷ്യൻസ് കൂടെ മരിച്ചിട്ടുണ്ട്, അഞ്ജലിയും പ്രദീപും. സാറേ ഞാനേ സാറിനെ അങ്ങോട്ട് വിളിക്കാം. അങ്ങോട്ട് மெடிசின் கண்டுபிடிச்சாங்களா? இல்லை இல்லை, அவங்க ஊருக்குள்ள ட்ரீட்மெண்ட் பண்ண கூட மாட்டேன். ഇവിടെ ഇങ്ങനെ ഇത്രയും പേര് കൂടിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ജോലി ചെയ്യണവർ ഞാനും മാത്രം മതി. നമ്മളിവിടെ ഉള്ളതെന്ന് പറയും സുധേട്ടാ. പറയാളാരാച്ച് പറഞ്ഞിട്ടോ, ഇപ്പൊ കേരിയപ്പനെ പെട്ട്. ആരൊക്കെയാണ് ഇവിടെ ജോലി ചെയ്യണവര്? രാജനാരാണ്? നിങ്ങൾ റെഡിയാണോ? പേടിയായിട്ടാ സാറേ. എന്തിനാ? ആ സാറേ, എനിക്കിവിടെ കുറച്ച് പോലീസുകാരെ ആവശ്യമുണ്ട്. അയ്യോ, പോലീസൊന്നും വേണ്ട ഏട്ടാ. സാറേ നാട്ടുകാരെ പേടിച്ചോണ്ടിരുന്നാൽ ഇവിടുത്തെ പരിപാടി നടക്കില്ല ഏട്ടാ. നാട്ടുകാരെ പേടിപ്പിച്ചിട്ടും ഒരു പരിപാടിയും നടത്തണ്ട. സാറേ ഇവിടെ വണ്ടിക്കകത്തൊരു ബോഡി, പിന്നെ കുറേ ആശുപത്രിയിൽ. ഇതൊക്കെ ഞാൻ എത്രയെന്ന് പറഞ്ഞ് ചുമന്നുകൊണ്ട് നടക്കും സാറേ. ചേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സാറേ സാറിന് അറിയാലോ,
ഓപ്പറേഷൻ്റെ കുറേ തലവേന ഒരു വശത്ത്. അതിനിടയ്ക്ക് എനിക്ക് ഇത് ചെയ്യണമെങ്കിൽ സാർ എനിക്ക് വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്തു തരണം. കുറച്ച് പോലീസുകാരെ വിട്ടുവന്നാൽ ഞാൻ കാര്യം നടത്തി തരാം. പോലീസിനെ വെച്ചിട്ട് ഈ പണി നടത്താൻ എനിക്ക് നന്നായിട്ട് അറിയാം. അതിനെല്ലാം ചേട്ടൻ ഞാൻ ഈ പണി ഏൽപ്പിച്ചത്. നാട്ടുകാരെ പാനിക് ആക്കാതെ എത്രയും പെട്ടെന്ന് ഈ പണി തീർത്ത്. ഇതിനിടെ നിപ്പ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റ് രാജ്യങ്ങളിൽ ശരാശരി മരണനിരക്ക് 60 മുതൽ 70 വരെയാണെന്നിരിക്കെ കോഴിക്കോട് ഇതിനകം 90-ന് മുകളിലായിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരവും പുറത്തു വരുന്നു. അല്ല, ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. இவர் நீங்கள் வண்டி லெஸ் பண்ணுவீங்க. இது நார்மலாக பண்ணுறாங்க. கிரீமேட்டுக்கு பதிலாக இருக்கிறாங்க. சுடுகாட்டில் எரிப்பாங்கல்ல. ஃபஸ்ட்டு வந்து ஆம்புலன்ஸ் டிரைவர்ரா அவர். அதான் சைன் போடுறதுக்கு அப்படி பார்த்தாரு. அவர் ஏதோ கேட்க வர்றாரு அவர். സാറിൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിൽ ഇപ്പം ആരുമില്ല, ഉണ്ടായിരുന്നു. ഇപ്പം നോട്ടീസ് അയച്ചിട്ടുണ്ട്, ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഏതാണ്ടാ അവർ കൊടുത്തിരിക്കുന്നത്. ചേച്ചി, ഇതാണ് 10ാം ബ്ലോക്ക്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാ? മരിച്ച പ്രദീപിന്റെ വീട് എവിടെ അറിയോ? അതെ, ഇവിടെ ആരോടെയൊക്കെ ചോദിച്ചാൽ മതി ചേച്ചി. ഒരു 70 റുപ്യ റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ. 70 റുപ്യ. இது வைரஸ் ஆர்ஜினை தான் தேடுறாங்க போல. லவால் தான் பொழுது அது. എന്തേലും വയ്യായ്മ ഉണ്ടോ അമ്മയ്ക്ക്? ഈ ചോദ്യം 100ാമത്തെ വട്ടം ഞാൻ കേൾക്കുന്നത്. ആദ്യമായിട്ട് ഒരാൾ നേരിട്ട് വന്ന് ചോദിക്കണം. സന്തോഷമായി. தனிமையில் இருக்கிறது கிடையாது. அவங்க வந்து பிரதீப்புக்கு வந்து ஃபர்ஸ்ட் கான்டாக்ட். அவங்க பிரதீப்புக்கு யாருமே நேரில் வந்து இந்த கொஸ்டின்ஸுக்கு ரேஷனே டோர் கிட்ட வச்சுட்டு போயிடுவாங்க. அது தலை செத்துருக்குறாரு. സാറേ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഓണ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ജമീലൻ്റെ 2 കുട്ടികളെ 2 ആഴ്ച മയ്യത്തും കൂടി ഒന്ന് കാണാൻ കിട്ടും. അതിൻ്റെ ഇടയിൽ അത് കത്തിക്കാന്നും കൂടി പറഞ്ഞാൽ അത് താങ്ങാനുള്ള കട്ടി ഞങ്ങൾക്ക്. നിങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോയെന്ന് അറിയില്ല. ഞങ്ങൾക്ക് പറയാനുള്ള ഒരാൾ നിങ്ങൾ മാത്രമാണ്. ഒന്നുമേ பண்ண முடியாது ഇപ്പോൾ. ഇത് പബ്ലിക് ഹെൽത്തിനെ സംബന്ധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അതിനെ നമ്മൾ അങ്ങനെ തന്നെ കാണണം. റിലീജിയസ് സെന്റിമെന്റ്സിന്റെ പേരിൽ പൊതുജനാരോഗ്യത്തിനെ റിസ്കിലാക്കുക എന്ന് പറയുന്നത് എനിക്ക് അതിനോട് യോജിപ്പില്ല. എനിക്ക് ആ കുടുംബത്തിൻ്റെ വികാരത്തോടൊപ്പം നിൽക്കാനാണ് താല്പര്യം. ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. മാത്രമല്ല, പേഴ്സണലി അവർ ഇനിയും വേദനിക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. പേഴ്സണൽ താല്പര്യങ്ങൾക്കല്ലല്ലോ സാർ നമ്മളിപ്പോൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ലോകത്ത് എല്ലായിടത്തും ക്രിമേഷൻ തന്നെയാണോ നടത്താറുള്ളത്? നമ്മൾ എബോള പ്രോട്ടോക്കോളാണ് ഫോളോ ചെയ്യുന്നത്. എബോള ബോഡി ഫ്ലൂയിഡ് വഴി പകരാൻ സാധ്യതയുള്ളതുകൊണ്ട് ക്രിമേഷനാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ ആഫ്രിക്കയിൽ കൾച്ചറൽ സെൻറ്റിമെൻറ്റ്സ് പരിഗണിച്ചുകൊണ്ട് ഡീപ്പ് ബറിയിലും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. 2010 ബംഗ്ലാദേശിൽ WHO ഡീപ്പ് ബറിയിൽ ചെയ്യേണ്ട വിധം പ്രോട്ടോക്കോളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്ത്രീയമായ ബറിയൽ സാധ്യമാണെങ്കിൽ നമുക്ക് ഈ കൺഫ്യൂഷൻ്റെ ആവശ്യമുണ്ടോ? இப்போ வந்து அவர் வந்து இப்போ இது பண்ணுன்றாங்க, ரிலீஜியஸ் வைஸில் இது பண்ணுன்றாங்க. இவருக்கு இப்போ கனெக்ஷன் இருக்கிறதுனால வந்து இந்த கான்வர்சேஷன் வந்துனுக்குது. கரெக்டாக இதுக்கு முன்னாடி ஃபர்ஸ்ட் செத்து போச்சு. ஆமாம், அவரோட ஹஸ்பண்டும் வந்து நின்று பார்த்துட்டு இருந்தார்ல. அப்போலாம் இல்லையடா, அப்போலாம் இதை ஏன் இந்த கான்வர்சேஷன் வரல? கரெக்டு தானே? நிப்பாவோட மோசமான டிசீஸ் அதிகாரத்தை தான். அப்போ அக்கிலாக்கு பண்ணியிருக்கலாம்ல.
தப்புமா, இதுதான் தப்பு ரொம்ப. என்ன சொல்கிறேன்.